ഹലോ കൂട്ടുകാരെ, തമ്പിന് വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് UK സാലറി സ്ലാബിനെ കുറിച്ചാണ്. വരുന്ന ഏപ്രിൽ 1 തൊട്ട് നമുക്കെല്ലാം സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടാവുകയാണ്. അതായത് പെർ അവറിന് 11.44 സാഹചര്യത്തിൽ ഇപ്പോൾ അത് 12.21 മാറിയിരിക്കുകയാണ്. അതായത് നാട്ടിലെ 1300 രൂപയാവും പെർ അവർ UK ഗവൺമെൻറ് നമുക്ക് തരിക. ഇവിടെ ഒരു എംപ്ലോയർ ഒരാളെ സ്റ്റാഫായിട്ട് നിയമിക്കുമ്പോൾ മിനിമം അവേഴ്സ്, വീക്ക്ലി അവേഴ്സ് നിർബന്ധമാണ്. 39 മണിക്കൂറാണ് എനിക്ക് എൻ്റെ എംപ്ലോയർ അലോട്ട് ചെയ്തത്. ഇപ്പം എനിക്ക് 39 അവേഴ്സിന് എബോ എത്ര അവേഴ്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പം എനിക്കൊരാഴ്ച 39 അവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നാട്ടിൽ ഒരു 40,000 രൂപയോളം ആകും. അപ്പോൾ നമുക്ക് അത് വെച്ച് 4 ആഴ്ച എടുക്കുമ്പം എനിക്ക് തോന്നുന്നു 1,60,000 രൂപയാണ് എൻ്റെ ഒരു മാസത്തെ ചിലവ്. അതായത് ഇത് നമുക്ക് എല്ലാ ദിവസവും പോകേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ 3 ദിവസത്തെ വർക്കായിരിക്കും ഒരാഴ്ചയിലുള്ളത്, ചിലപ്പോൾ 4 ദിവസമായിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 1,60,000 രൂപ ഈ ടാക്സ് പോയിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടും. അങ്ങനെയാണ് ഇവിടെ UK സാലറി സിസ്റ്റം വരാൻ പോകുന്നത്. അപ്പോൾ ഈ വരുന്ന ഏപ്രിലോട്ടുള്ള സാലറി ഗ്രോത്ത് അനുസരിച്ചാണെങ്കിൽ നമുക്ക് എനിക്കിപ്പം കിട്ടുന്നത് 39 മണിക്കൂറിന് 1000 അല്ലെങ്കിൽ 40,000 രൂപയാണെങ്കിൽ അടുത്ത മാസം ഇന്നൊരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് കൂടും. അതായത് ചിലപ്പോൾ ഒരു 42,000 43,000 രൂപയോളം ആവാനായിട്ടുള്ള 44,000 രൂപയോളം ആവാൻ കണക്കിന്. എനിക്ക് ഈ പൗണ്ടും നാട്ടിലെ രൂപ വെച്ചൊരു കമ്പയർ ചെയ്യുന്ന കണക്കിന് അത്ര മോശമൊന്നുമല്ല, പക്ഷേ അത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ. ഞാൻ അപ്രോക്സിമേറ്റാണ് പറയുന്നത്, മാറ്റമുണ്ട്. അപ്പോൾ അതാണ് സാലറി പേഴ്സൺസിൻ്റെ നാട്ടിൽ UK ഗവൺമെൻറ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ എംപ്ലോയീസിനോട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.